നിങ്ങൾ മതത്തിനെ എതിർക്കുന്നു, മേ ബി അത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും. പക്ഷെ മതത്തിനകത്ത് കുറെ നല്ല വശങ്ങളുണ്ടല്ലോ. ഈ മോശം കാര്യങ്ങൾ മാത്രം അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ നല്ല സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടോ ആരിഫിന്റെ ഒരു അഭിപ്രായത്തിൽ? ഇസ്ലാമിൽ നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് തന്നെ കൂട്ടാം. ഇപ്പോൾ എന്താണ്, ഉമ്മാൻ്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ തൽക്കാലം എടുക്കുന്നു, നല്ല കാര്യം തന്നെയാണ്, അതിലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. ഇനി അതിൻ്റെ ന്യൂആൻസസ് ഒന്നും നമ്മൾ തപ്പിപ്പോകുന്നൊന്നുമില്ല. ഒരു പുതിയൊരു നിയമ സംവിധാനം നമ്മൾ എടുക്കുകയാണ്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെടുത്ത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എത്ര തിന്മ കണ്ടെത്താൻ കഴിയും? 10% കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയങ്കര തിന്മയാണ് എന്നുള്ളത് അങ്ങനെ ഇല്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ നിങ്ങൾ ഈ ഖുറാനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നന്മയില്ല എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് തിന്മയുണ്ട്. തിന്മ എത്ര ഉണ്ട്? തിന്മ ആണ് മെജോറിറ്റി. ഓക്കെ, നന്മ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഈ തപ്പണ്ടി വരുന്നത്. നന്മയാണ് മെജോറിറ്റി എന്നുണ്ടെങ്കിൽ തപ്പി നോക്കേണ്ട കാര്യമില്ലല്ലോ, അത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ ഖുറാൻ ഒന്ന് തുറന്ന അടിമ ഗോത്രം പോയി കൊള്ളയടിക്കുക, ഒന്നുകൂടി അടച്ച് ഒന്നുകൂടിയും തുറന്ന അതെ ഭർത്താവ് ഉണ്ടെങ്കിലും അവരുടെ ഭാര്യയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ഇതാണ് അടുത്തത്. ഒന്നുകൂടി അടച്ച് ഒന്നുകൂടിയും തുറന്ന് അതെ അടിമയും ഉടമയും ഒരുപോലെയല്ല, ഇതും ശരിയാവില്ല. ഒന്നുകൂടി അടച്ച് ഒന്നുകൂടിയും തുറന്ന് കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല്, ഒന്നുകൂടി അടച്ച് ഒന്നുകൂടി ഇതിങ്ങനെ നിങ്ങൾ എത്ര തവണ അടച്ചു തുറന്നാലും ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുക. നിങ്ങൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കൂ, ഇത് മനുഷ്യനുണ്ടാക്കിയ സാധനമാണ്. ഇത് അടച്ച് തുറക്കുക, അതിൽ കാണുന്ന 51AH വരുന്നു, ശാസ്ത്രം അടുത്ത് തുറക്കുന്നു, മതസ്വാതന്ത്ര്യം, ഓക്കെ, അടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത് നിങ്ങൾ അടച്ച് തുറക്കുന്നതോട് കാണുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ. നന്മയുണ്ട് തിന്മയുണ്ട്, നന്മ എടുത്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ ദൈവസങ്കല്പം പൊളിയല്ലേ. ഒരു ദൈവം ഉണ്ടാക്കിയ സാധനത്തിൽ 1% പോയിട്ട് ഒരു 0.1% പോലും തിന്മ ഉണ്ടാവാൻ പാടില്ല. അത് ദൈവമല്ല, അത് ഏതോ ഒരു കാട്ടർബി ഉണ്ടാക്കിയതാണ്, നമ്മൾ സമ്മതിക്കുകയാണ്. അതിനി ഏത് മതം എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആ ചോദ്യം ഒരു വിശ്വാസി ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസി ആ മതത്തിൽ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം യമണ്ടൻ ചോദ്യമായിട്ട് അവർക്ക് തോന്നും. പക്ഷേ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ്, ദൈവസങ്കല്പത്തെ തന്നെ പൊളിച്ചിട്ടാണ് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്.